എല്ലാവർക്കും നമസ്തേ. ഇന്ന് ഭാരതാംബ വിവാദം കാവിക്കൊടി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സാക്ഷാൽ ഭാരത് മാതാവിൻ്റെ ആ ചിത്രത്തിൽ പുഷ്പാർച്ചന ചെയ്യുന്നത് എന്തോ കൊടിയ പാതകമാണെന്നോ ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്നും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇവിടെ ഇന്ന് ഉയർന്നു വരികയാണ്. പ്രത്യേകിച്ച് CPM പോലെയുള്ള പ്രസ്ഥാനങ്ങൾ അവരിതിനെ നഖശിഖാന്തം എതിർക്കുകയാണ്. എന്താണ്, ആരാണ് ഭാരതാംബ? എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ സംസ്കാരത്തിൽ നമ്മുടെ പഞ്ചമാന ബിന്ദുക്കൾ എന്നറിയപ്പെടുന്ന 5 ഘടകങ്ങളുണ്ട്. അതിൽ 1 ഗംഗാമാത, 2 ഗീതാമാത, 3 ഗോമാത, 4 ഗായത്രി മാത, 5 ഭാരത് മാത. യഥാർത്ഥത്തിൽ ഗംഗാമാത ഗംഗാ നദിയാണ്. നമ്മൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും ഓം ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു എന്ന് ജപിച്ചാണ് സപ്തസിന്ധുക്കളെ ആവാഹിച്ച് ആ ജലം ശുദ്ധീകരിച്ച് പവിത്രീകരിച്ച് പൂജയ്ക്ക് പോലും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗംഗ മാതാവാണ്. അതുപോലെ ഗീത സാക്ഷാൽ ഭഗവത്ഗീതയാണ്. ആ ഭഗവത്ഗീതയുടെ പ്രത്യേകത എന്താണ്? സാക്ഷാൽ അമ്മയാണ് ഗീത മാത. ഭഗവത്ഗീതയുടെ ധ്യാന ശ്ലോകത്തിൽ തന്നെ പറയുന്നത് ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിന മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണി ഭഗവതി അഷ്ടാദശാധ്യായിനി അമ്പത്വമനുസന്തതാമി ഭഗവത്ഗീതേ ഭവദ്വേഷിണി. ഇവിടെ സാക്ഷാൽ ശ്രീനാരായണൻ പാർത്ഥന് അല്ലെങ്കിൽ അർജുനന് നേരിട്ട് ഉപദേശിച്ചു കൊടുത്തതും പുരാണകർത്താവായ വ്യാസ മഹർഷി മഹാഭാരതത്തിൻ്റെ മധ്യഭാഗത്ത് കോർത്തിണക്കി വെച്ചിരിക്കുന്നതും അദ്വൈതമാകുന്ന അമൃതം വർഷിക്കുന്നവളും 18 അധ്യായങ്ങൾ ഉള്ളവളുമായ ഭഗവത്ഗീതയാകുന്ന അമ്മേ, അവിടുത്തെ സദാ അടിയൻ നമസ്കരിക്കുന്നു. ഇതാണ്. അപ്പോൾ അവിടെ ഗീത മാതാവാണ്. അടുത്തതാണ് ഗോമാത. ഗോമാത ആരാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. നമ്മൾ പശുക്കളെ ശരിയായ തലത്തിൽ മാതൃഭാവേനയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഗോമാത സങ്കല്പം തന്നെ വളരെ ഉദാത്തമായ ഒരു സങ്കല്പമാണ്, ഉത്കൃഷ്ടമായ ഒരു സങ്കല്പമാണ്. അപ്പോൾ ഗോമാത. അത് അടുത്തതാണ് ഗായത്രി മാത. ഏതാണ് ഗായത്രി? സാക്ഷാൽ ബ്രഹ്മഗായത്രി തന്നെ. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഇതാണ് ഈ ഗായത്രി മന്ത്രം. ഇത് അതിന് ഛന്ദസ്സുണ്ട്. മൃഗമുദ്ര പിടിച്ച് ഗാധിനോ വിശ്വാമിത്ര ഋഷി ഗായത്രി ഛന്ദ സവിതാ ദേവത എന്ന് ഛന്ദസ്സിനസിക്കണം. അതുപോലെ അപ്പോൾ ഈ മന്ത്രം വേദമന്ത്രങ്ങളുടെ അമ്മയായിട്ടാണ് ഗായത്രി മന്ത്രത്തെ കാണുന്നത്. അതുകൊണ്ടാണ് ഗായത്രി മാത എന്ന് നമ്മൾ സങ്കല്പിക്കുന്നത്. ഭാരത് മാത, നമ്മുടെ ഈ മണ്ണ്, ഈ ഭാരതഭൂമി സാക്ഷാൽ അമ്മയാണ്. എന്തുകൊണ്ടാണ് ഭാരതാംബ അമ്മയാകുന്നത്? ഇവിടെ രാമരാവണ യുദ്ധം കഴിഞ്ഞ് ലങ്കയിൽ രാവണ നിഗ്രഹം കഴിഞ്ഞ് തിരിച്ച് മടങ്ങുന്ന സമയത്ത് ലക്ഷ്മണൻ ഭഗവാൻ രാമനോട് ചോദിക്കുന്നുണ്ട്, സ്വർണമയ്യായ ലങ്ക കണ്ട് ഭ്രമിച്ച് ഇനി നമ്മൾ എന്തിനാണ് അയോധ്യയിലേക്ക് പോകുന്നത്, നമുക്കിവിടെ തന്നെ കൂടിയാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ പറയുന്ന ഒരു ഭാഗമുണ്ട്, ജനനി ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി. പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരമാണ് അനുജ. അപ്പോൾ നമുക്ക് പെറ്റമ്മയ്ക്ക് തുല്യമാണ് നമ്മുടെ ഈ ഭാരത് മാത. ഈ ഒരു മഹാസങ്കല്പത്തിൻ്റെ പ്രതീകമാണ്, ഒരു മഹാസംസ്കാരത്തിൻ്റെ പ്രതീകമാണ് ഭാരതാംബ. അതുകൊണ്ടാണ്
നമ്മൾ ഓരോരുത്തരും ആ ഭാരതാംബയെ അതുപോലെ നമ്മൾ ആദരിക്കുന്നത്, പൂജിക്കുന്നത്. കാവി പതാക പിടിച്ചിരിക്കുന്ന, ആ ഭഗവത് ധ്വജം പിടിച്ചിരിക്കുന്ന ആ അമ്മയെ നമ്മൾ ആദരിക്കുന്നത് സാക്ഷാൽ ജഗന്മാതാവിൻ്റെ പ്രതീകമായിട്ടാണ്. എന്താണ് കാവിയുടെ പ്രത്യേകത? അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അത് അടുത്ത വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ടാവും. എല്ലാവരും ആ ഭാരതാംബയെ വണങ്ങുവാൻ, നമസ്കരിക്കുവാൻ, തൻ്റെ നെഞ്ചേറ്റിക്കൊണ്ട് ജീവിക്കുവാൻ ഓരോരുത്തർക്കും കഴിയണം. എല്ലാവർക്കും നമസ്തേ.